മദീനത്തെ പള്ളിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഗേറ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 39ാമത്തെ ബാബു നിസാവും 40ാമത്തെ ഗേറ്റായിട്ടുള്ള ബാബു ജിബ്രീൽ അലൈഹിസ്സലാം. ഈ വാതിൽ കാണുമ്പോഴൊക്കെ ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവിയും തമ്മിലുള്ള രസകരമായ ഒരു ചരിത്രം ഓർമ്മ വരും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമാണ്. അവർ പറയാണ്, അന്നത്തെ രാത്രി എൻ്റെ രാത്രിയായിരുന്നു. അതായത് റസൂലുള്ളാഹി ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസം എന്നുള്ള രീതിയിൽ അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ രാത്രിയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, അതായത് നമ്മളിപ്പോൾ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു സ്ഥലത്തായിരുന്നു ആയിഷ ബീവിൻ്റെ വീട്. അപ്പോൾ അവിടേക്ക് വന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. അപ്പോൾ റസൂലുള്ളാഹി അവിടുത്തെ ചെരുപ്പും ഡ്രസ്സുകളൊക്കെ മടക്കി ഭദ്രമായിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചു. അങ്ങനെ ഞങ്ങൾ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഉറങ്ങി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയപ്പം സത്യത്തിൽ അവരെന്തെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പതുക്കെ എണീറ്റു, തൻ്റെ ഡ്രസ്സ് എടുത്തു, ചെരുപ്പെടുത്തു, കാര്യങ്ങൾ കൊടുത്തു, പതുക്കെ വാതിൽ തുറന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഒച്ച ഉണ്ടാക്കാത്ത രീതിയിൽ പതുക്കെ വാതിലടച്ചു. എന്നിട്ട് പുറത്തേക്ക് നടന്നുപോയി. സ്വാഭാവികമായിട്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സംശയമായി, ഇതിപ്പോൾ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇങ്ങനെ പോകുന്നത്, അതായത് ഒച്ച ഉണ്ടാക്കാതെ എന്നെ ഉണർത്താതെ എങ്ങോട്ടാണ് ഈ പോകുന്നത്. പിന്നെ ആയിഷ ബീവിക്ക് തോന്നി, ഇനിയിപ്പോൾ എന്നെ ഉറക്കി കിടത്തിയിട്ട് മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോവാണോ, ഏതായാലും ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ ഡ്രസ്സ് ധരിച്ചു റസൂലുള്ളാഹിൻ്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ റസൂലുള്ളാഹി നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു, ബക്കയിലേക്കാണ് റസൂലുള്ളാഹി പോകുന്നത്. അപ്പോൾ ആയിഷ ബീവിയും പിന്നാലെ പോയി, ഇതെന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി നേരെ ബക്കയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ഖബർസ്ഥാനിൽ കുറേ നേരം ഫസാലൽ ഖിയാം എന്നാണ്, കുറേ നേരം നിന്നു. പിന്നീട് 3 പ്രാവശ്യം കൈ ഉയർത്തി ദുആ ചെയ്തു. അപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ കാത്തുക്കുക, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടായിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നീട് കുറച്ച് കഴിഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിഞ്ഞ് എന്ത് ചെയ്തു, റസൂലുള്ളാഹിൻ്റെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ആയിഷ ബീവിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആയിഷ ബീവി എന്ത് ചെയ്തു, മറ്റൊരു ഭാഗത്ത് കൂടി നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് നടക്കാൻ തുടങ്ങിയതാണ്. പിന്നെ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്പീഡ് കൂട്ടുന്നുണ്ട്, നടത്തം കുറച്ച് സ്പീഡ് കൂട്ടി. അപ്പോൾ ആയിഷ ബീവി എന്ത് ചെയ്തു, സ്പീഡ് കൂട്ടി. പിന്നെ റസൂലുള്ളാഹി എന്ത് ചെയ്തു, കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയപ്പോൾ ആയിഷ ബീവി ഓടാൻ തുടങ്ങിയതാണ്. ഏതായാലും തിരിച്ചെന്ത് ചെയ്തു, ബക്കയിൽ നിന്ന് ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, ആയിഷ ബീവി എങ്ങനെയൊക്കെയോ ഓടിപ്പഴിച്ച് എന്ത് ചെയ്തു, വീട്ടിൻ്റെ ഉള്ളിൽ കയറിയെന്നാണ്. വീട്ടിൻ്റെ ഉള്ളിലാണ് കയറി പുതപ്പിട്ടാണ് മൂടിയുടെ കിടക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കയറി വരലും ഒരേ സമയത്തായിരുന്നു എന്നാണ്. ആയിഷ ബീവി ഇതൊന്നും അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നുണ്ടെങ്കിലും ആയിഷ ബീവിൻ്റെ ആ ഒരു കിതപ്പും വയറൊക്കെ ഇങ്ങനെ ഉയർന്നതാവുന്നതും ഒക്കെ കണ്ടപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മനസ്സിൽ എന്താ ഞാൻ ഉറക്കി കിടത്തിയ ആളെന്താ അത് ഇങ്ങനെ കിതക്കുന്നത്. അപ്പോൾ ചോദിച്ചു, മാലയ്ക്ക് ആയിഷ്, അതായത് വളരെ സ്നേഹത്തോടുള്ള വിളി കേട്ടോ, ആയിഷ എന്നല്ല ആയിഷ് എന്ന് തന്നെയാണ് ഹദീസിലുള്ള ആ ഒരു പ്രയോഗം. മാലയ്ക്ക് ആയിഷ്, എന്ത് പറ്റിയ ആയിഷ്, എന്താണ് ഇങ്ങനെ കിതക്കുന്നത്. അപ്പോൾ ഷബീഖ് അത് പറയാൻ പറ്റില്ലോ, ഞങ്ങളെ പിന്തുടർന്ന് വന്നു, തെറ്റിദ്ധരിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ലാഷേ ഒന്നുമില്ല, ഞാൻ സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഖ്ബിരീനി ഔ യുഖ്ബിറന്ന ലത്തീഫുൽ ഖബീർ, ഒന്നുകിൽ നീ എന്നോട് പറഞ്ഞു തരാ, അല്ലെങ്കിൽ എനിക്ക് അറിയാനെന്നിട്ട് മറ്റു മാർഗ്ഗങ്ങളുണ്ട്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അറിയിച്ചു തരും എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുത്താലും ഇല്ലെങ്കിലൊക്കെ റസൂലുള്ളാഹിക്ക് മനസ്സിലാവും. അങ്ങനെ റസൂലുള്ളാഹിനോട് അബി അൻത ഉമ്മി യാ റസൂലല്ലാഹ്, അങ്ങനെ എന്ത് ചെയ്തു, ഫഖ്ബർതുഹു, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹിനെ തെറ്റിദ്ധരിച്ചതും പിന്നാലെ പോകുന്നതും ബഖയിൽ വന്നതും തിരിച്ചോടിയതൊക്കെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഫാൻതി സവാദല്ലദീ റഅയ്തു അമാമി, അപ്പോൾ നീ ആയിരുന്നല്ലോ എൻ്റെ മുമ്പിൽ ആ ഓടിയിരുന്ന ആ കറുത്ത രൂപം. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നഅം, അത് ഞാൻ തന്നെ ആയിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഹദനി ഫി സദ്രി, അതായത് എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ വേദന ആകുന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചിട്ട് എന്നോട് ചോദിച്ചു, അള്ളാഹു യഹീഫല്ലാഹു അലൈകി റസൂലു, അള്ളാഹും അവൻ്റെ റസൂലൊക്കെ നിന്നോട് വഞ്ചന കാണിക്കും, അല്ലെങ്കിൽ നിൻ്റെ ദിവസം മറ്റൊരാൾക്ക് ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പോകും എന്നൊക്കെ നീ കരുതുന്നുണ്ടോ. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മഹ്മാ യക്തുമുൻ നാസു യഅലമുല്ലാഹ്, അതായത് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ, അതായത് മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ പറയുകയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, എൻ്റെ അടുത്ത് വന്നിരുന്നു, അതായത് അവരുടെ രാത്രി അവരുടെ ദിവസമായ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു. അപ്പോൾ നീ കടന്നതുകൊണ്ട് എന്നെ പുറത്തേക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, എന്ത്, അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ട്, എന്ത് ചെയ്യുക, ഉടനെ തന്നെ ബക്കയിലേക്ക്, ഈ കാണുന്ന ബക്കയിലേക്ക് വരാനും അള്ളാഹുവർക്ക് വേണ്ടിയിട്ട്, ഈ ബക്കയിൻ്റെ അഹ്ലുകാർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അവർക്ക് പൊറുക്കലിനെ തേടാനും വേണ്ടിയിട്ട് എനിക്ക് കൽപ്പന ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു, രാത്രിയാണ്, അപ്പോൾ ഞാൻ ആയിഷ ബീവി ഒറ്റക്കാണ് എന്നുള്ള ഒരു പേടി വേണ്ട, ഉറങ്ങുകയാണ്, അവരെ ശല്യം ചെയ്യേണ്ട, ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്, പതുക്കെ ഇറങ്ങി പോകുന്നതാണ്, കാരണം അവരെ ഇതാക്കാത്ത രീതിയിൽ. അപ്പോൾ ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹ് കൈഫ അഖൂലു ലഹും യാ റസൂലുള്ളാഹ്, അതായത് അഥവാ ഞാൻ ബക്കയിലേക്ക് പോയാൽ എങ്ങനെയാണ് അവർക്ക് വേണ്ടി സലാം പറയണമെങ്കിൽ എങ്ങനെയാണ് അവരോട് ഇതാവേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യുക, ബക്കയിലെത്തിയാൽ അവരോട് പറയാം, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഈ ഒരു ഇൽമ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രസകരമായ ചരിത്രമൊക്കെ നടന്നത് ഈ കാണുന്ന പച്ചക്കുബയുടെ നേരെ അടിയിലുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ബാബു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഒരു ഭാഗത്ത് കൂടെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്ര ഈ വാതിലിന് ആ ഒരു പേര് കിട്ടിയത് എന്നൊക്കെ പറയാറുണ്ട്.